മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊടുവള്ളിയിൽ മോഷണ ശ്രമം ആരോപിച്ച് 12-കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പിതൃ സഹോദരനും ഭാര്യയും ഒളിവിലാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്നാണ് സംശയം. വാച്ച് മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് കുട്ടിയെ ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളുമായി ആകാശ് ചേരുന്നു. ആകാശ്, ഈ വിഷയവും ഈ വാർത്തയും വലിയ തോതിൽ ആളുകളെല്ലാം അറിഞ്ഞ ആളുകളെല്ലാം സങ്കടപ്പെടുത്തിയതാണ്, ഭയപ്പെടുത്തിയതാണ്. ചെറിയ കുഞ്ഞിനെ അടുത്ത ബന്ധുക്കൾ തന്നെയും ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു എന്നത് എന്താണിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? പോലീസ് എന്താണ് വിവരങ്ങൾ നൽകുന്നത്? സനീഷ്, ഓഗസ്റ്റ് 6-നാണ് കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ കുട്ടിയെ മോഷണ ശ്രമം ആരോപിച്ചുകൊണ്ട് ഇവരുടെ പിതൃ സഹോദരനും കൂടാതെ ഭാര്യയും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് കൈകാലുകൾ ബന്ധിച്ചായിരുന്നു മർദ്ദനത്തിന് ശേഷം മുറിവേറ്റ ഭാഗങ്ങളിലെല്ലാം മുളക് പുരട്ടുകയും കൂടാതെ കുട്ടിയുടെ മുഖത്തുൾപ്പെടെ മുളക് ഒഴിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. നഖങ്ങളിൽ ഈർക്കിൽ കുത്തിക്കയറ്റി വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം കുട്ടി അവിടെ നിന്ന് അർദ്ധരാത്രിയിൽ രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോൾ നാട്ടുകാർ ചേർന്നാണ് കുട്ടിയെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അതിനുശേഷം പോലീസിനോട് ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. പിന്നീടാണ് ഇത് CWC ഇടപെടുന്നത്. CWC ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ തക്കത്തിൽ തന്നെ ഈ പ്രതികളായ ഈ രണ്ടുപേരും ഈ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നിലവിൽ കൊടുവള്ളി പോലീസിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഇവർ കൂടുതൽ അന്വേഷണം പലയിടങ്ങളിലേക്കായി വ്യാപിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവർ സംസ്ഥാനം വിട്ടോ എന്നൊരു സംശയം കൂടി കൊടുവള്ളി പോലീസിനുണ്ട്. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും നിലവിൽ നടന്നു വരികയായിരുന്നു. ഏറെ ദാരുണമായൊരു സംഭവമായിരുന്നു കൊടുവള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടി നിലവിൽ താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലാണ്. കൂടാതെ ഇവർ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടിയെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കൊടുവള്ളി പോലീസ് യാതൊരു തരത്തിലും കേസെടുത്തിരുന്നില്ല. പിന്നീടാണ് CWC ഇടപെട്ടതിന് ശേഷം അന്വേഷണത്തിന് റൂറൽ SP-യെ നിയോഗിക്കുകയും ചെയ്തു. അതിന് ഭാഗമായി തന്നെയാണ് പിന്നീട് FIR ഇടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം പല തലത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇവർ കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ബന്ധുക്കളുടെ വീടുകളിലും പോലീസ് സ്ഥലത്തെത്തി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇവർ നിലവിൽ എവിടെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. ഇവരുടെ ഫോൺ ഓഫായതാണ് ഇവർ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് കൊടുവള്ളി പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ വിഷയം വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. 12 വയസ്സുകാരനെയാണ് വാച്ച് മോഷ്ടിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. അതും വീട്ടിൽ അതാണ് ആകാശ്, അതങ്ങേറ്റം വലിയ കുറ്റകൃത്യമാകുന്നത് അതുകൊണ്ടാണ്. 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ വല്ലാത്ത തോതിൽ മർദ്ദിച്ചിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നു, വാച്ച് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാണ്. എങ്ങനെയാണ് ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് അത്ഭുതകരമാണ്. അത് ആ നിലക്ക് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട പോലീസ് ആദ്യം കേസെടുത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള രോഷം കുറെ കൂടെ ശക്തമാകാനുള്ള കാരണമായത്. എന്തായാലും ഇനി തക്കതായ ശിക്ഷ ഈ ആളുകൾക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.